ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ബി.ജെ.പി. ഘടകകക്ഷികൾക്ക് നൽകിയേക്കും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഘടകകക്ഷികളിൽ ആർക്ക് കിട്ടാനാണ് അവസരം, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എന്താണ്? മറ്റു വിശദാംശങ്ങൾ. ഈ ഘടകകക്ഷികൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാനായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തന്നെ ബി.ജെ.പി. പല ഘട്ടങ്ങളിലും രാഷ്ട്രീയമായിട്ട് യോജിച്ചിരുന്ന നിർദ്ദേശമല്ല ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളത്. അത് GMC ബാലയോഗിയുടെ കാലം മുതൽ തന്നെ ബി.ജെ.പിക്ക് ഉണ്ടായ തിക്തമായിട്ടുള്ള രാഷ്ട്രീയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർക്ക് ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്നുള്ളത് അത്ര സ്വീകാര്യമല്ലാത്ത ഒന്നായി മാറിയിരുന്നത്. എന്നാൽ ഇത്തവണ ഈ ഘടകകക്ഷി രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് ഘടകകക്ഷികൾ ചെലുത്തുന്ന സമ്മർദ്ദം കണക്കിലെടുത്തുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ബി.ജെ.പി. കൈക്കൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ തങ്ങൾക്ക് നൽകണമെന്നുള്ള നിർദ്ദേശം നേരത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. ആ നിർദ്ദേശം ബി.ജെ.പി. അംഗീകരിക്കില്ല. മറിച്ച് ഘടകകക്ഷികൾക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാനുള്ള തീരുമാനമാണ് ബി.ജെ.പി. കൈക്കൊണ്ടിരിക്കുന്നത്. ഏത് ഘടകകക്ഷിക്ക് നൽകണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ തീരുമാനിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. സാധാരണഗതിയിൽ ഈ മുന്നണി സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കക്ഷികൾ ഉള്ള കക്ഷിക്ക് സ്പീക്കർ പദവി നൽകുന്ന ഒരു ക്രമമാണ് പിന്തുടരുന്നതെങ്കിൽ തൊട്ടടുത്ത അംഗങ്ങളുള്ള കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശത്തിനായിരിക്കും ആ പദവി ലഭിക്കുക എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. ഏതായാലും ചർച്ചകൾ ഉഭയകക്ഷി തലത്തിൽ നടത്തി ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കും എന്നുള്ളതാണ് ബി.ജെ.പി. ഇപ്പോൾ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശരി, ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ബി.ജെ.പി. ഘടകകക്ഷികൾക്ക് നൽകിയേക്കുമെന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് രാധാകൃഷ്ണൻ നൽകിയത്.